ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദ ന്യൂസ് ഡെസ്ക് ഓഫ് ദക്ഷിണ ലേണിംഗ്. സോ നമുക്ക് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് ആദ്യം നോക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ബ്രീഫിങ്ങും അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിലിംസ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയൊക്കെ കോറിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ന്യൂസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ്, പീസ് ഡീൽ സ്ട്രക്ക് ബട്ട് പാക് വയലേഷൻ പെർസിസ്റ്റ്. അപ്പോൾ നമുക്കറിയാം റീസെൻ്റ് ആയിട്ട് സീസ് ഫയർ അഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് വയലേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഈ ന്യൂസ് ബ്രീഫിംഗ് മെയിനായിട്ടുള്ളത്. നെക്സ്റ്റ് ഹെഡ്ലൈൻ ഈസ് അബൌട്ട് ഹൗസ് കമ്മിറ്റി ഓൺ OBC വെൽഫെയർ ലൈക്ലി ടു ഡിസ്കസ് കാസ്റ്റ് എന്യൂമറേഷൻ സോൺ. അപ്പോൾ ഒരു കാസ്റ്റ് സെൻസസ് ബേസ് ആയിട്ടുള്ള ന്യൂസാണ്. നെക്സ്റ്റ് വൺ ഈസ് കേരള, മഹാരാഷ്ട്ര, തമിഴ്നാട് അറ്റൈൻ UN SDG ഇൻ മോർട്ടാലിറ്റി റേഷ്യോ. അപ്പോൾ UN SDG ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള ന്യൂസാണ്. ക്യൂരിയസ് കേസ് ഓഫ് ഫീസ് മോഡിഫൈഡ് ടു ഡെവലപ്പ് ബ്രെയിൻ ഡിഫക്ട്സ്. ഇതൊരു ബയോടെക്നോളജി റിലേറ്റഡ് ആസ്പെക്ട് ന്യൂസാണ്. സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് ഫസ്റ്റ് പാൻ ജീനോം ഓഫ് ഏഷ്യൻ റൈസ്. ഇതും ഒരു ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓഫ് India UK ട്രേഡ് ഡീൽ. ഇതൊരു ബയലാറ്ററൽ റിലേറ്റഡ് ന്യൂസാണ്. വാട്ട്സ് ദ സെൽഫ് ഡിഫെൻസ് ക്ലോസ് ഇൻ ഗ്ലോബൽ ലോ. ഒരു IR റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത്രയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് എക്സാം പെർസ്പെക്റ്റീവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രീഫിങ്ങിലോട്ട് നമ്മൾ പോവുകയാണ്. സോ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ആക്ച്വലി സീസ് ഫയർ വയലേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ന്യൂസ് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ എഗ്രീഡ് ടു ഹോൾഡ് മിലിറ്ററി ആക്ഷൻ ആൻഡ് ഫയറിംഗ് ആഫ്റ്റർ 3 days ഓഫ് ഇൻറ്റൻസ് ഹോസ്റ്റിലിറ്റീസ്. അപ്പോൾ 3 days ആയിട്ടുള്ള ഇൻറ്റൻസ് ഹോസ്റ്റിലിറ്റീസ് കഴിഞ്ഞിട്ട് ഒരു സീസ് ഫയർ എഗ്രിമെൻറ്റിലോട്ട് എത്തുന്നു. അപ്പോൾ അത് പിന്നും വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഇത് മെയിനായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ന്യൂസിൽ. ഇപ്പോൾ US മീഡിയേഷൻ ചെയ്തെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ അങ്ങനത്തെ തേർഡ് പാർട്ടി ഇൻ്റർഫറൻസ് ഇല്ല എന്നാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്നുള്ള മെയിനായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇനിഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അത് റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാഷ് തന്നെയാണ്. അല്ലാതെ മെയിൻ ഇഷ്യൂസ് വന്നിട്ട് കാശ്മീർ ഇഷ്യൂ, ടെററിസം, ബോർഡർ വയലേഷൻ ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ്. ഇനി ഇൻ്റർനാഷണൽ മീഡിയേഷനെ കുറിച്ചിട്ടാണ് അടുത്തൊരു പോയിന്റർ വരുന്നത്. ഇന്ത്യ ഓപ്പോസസ് തേർഡ് പാർട്ടി മീഡിയേഷൻ, പ്രിഫേഴ്സ് ബൈലാറ്ററൽ ടോക്സ്. ഇനി റോൾ ഓഫ് DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ. അപ്പോൾ ആ ഒരു പൊസിഷൻ എന്താണെന്നാണ്. DGMO ആർ ടോപ്പ് മിലിറ്ററി ഒഫീഷ്യൽസ് ഫ്രം ബോത്ത് സൈഡ്സ്. ദേ മെയിൻറ്റെയിൻ ഹോട്ട് ലൈൻ ടോക്സ് ടു മാനേജ് ബോർഡർ ടെൻഷൻ. അപ്പോൾ ബോർഡർ ടെൻഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ടോക്സ് നടക്കുന്ന ഒരു മെയിൻ ഒരു ടോപ്പ് ലെവൽ അതോറിറ്റീസാണ് ആക്ച്വലി DGMO എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീസ് ഫയറിലോട്ട് എത്താൻ വേണ്ടിയിട്ടൊരു ടോക്ക് നടന്നത് DGMO ലെവലിലാണ്. അപ്പോൾ മെയിൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയലാറ്ററൽ റിലേഷനും സെക്യൂരിറ്റി മാനേജ്മെൻറ്റും നമുക്ക് ന്യൂസ് ആർട്ടിക്കിളിൻ്റെ ഫോർഡർ പോയിന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസ് ബ്രീഫിംഗിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് ന്യൂസ് എന്ന് വെച്ചാൽ കാസ്റ്റ് സെൻസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താ ന്യൂസ് പറയുന്നത്? ഹൗസ് കമ്മിറ്റി ഓൺ OBC വെൽഫെയർ ലൈക്ലി ടു ഡിസ്കസ് കാസ്റ്റ് എന്യൂമറേഷൻ. അപ്പോൾ ഹൗസ് കമ്മിറ്റി OBC വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഹൗസ് കമ്മിറ്റി കാസ്റ്റ് എന്യൂമറേഷനെ കുറിച്ച് ഡിസ്കഷൻ ഉടൻ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് കാസ്റ്റ് എന്യൂമറേഷൻ ഇൻ ദ നെക്സ്റ്റ് സെൻസസ്, അലവിംഗ് ഹൗസ് പാനൽ ഓൺ വെൽഫെയർ ഓഫ് OBC ടു ബിഗിൻ ഡിസ്കഷൻ ഓൺ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ഹൗസ് പാനൽ ഓൺ വെൽഫെയർ ഓഫ് കമ്മിറ്റി ഡിസ്കഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് കാസ്റ്റ് എന്യൂമറേഷന് വേണ്ടിയിട്ട് അത് എങ്ങനെ അടുത്ത സെൻസസിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വേണ്ടിയിട്ട്. പാർലമെന്ററി ഡെലിബറേഷൻ. ദ പാനൽ ലെഡ് ബൈ ദ BJP MP ഗണേഷ് സിംഗ് വിൽ അനലൈസ് 1931 കാസ്റ്റ് സെൻസസ്. അപ്പോൾ ഒരു BJP MPയുടെ അണ്ടറിൽ 1931 സെൻസസ് എങ്ങനെയാണെന്നുള്ളൊരു അനാലിസിസും അത് മൈഗ്രേഷൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മാറ്റങ്ങളും ഒക്കെ അനലൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി സെറ്റ് ചെയ്യുന്നു മെയിനായിട്ട് ഈ ന്യൂസ് ബ്രീഫിംഗിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് പാർലമെന്ററി കമ്മിറ്റിയുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പാർലമെന്ററി കമ്മിറ്റി പാർലമെൻറ്റിൻ്റെ അകത്ത് സ്ട്രക്ചർ ചെയ്യുമ്പോൾ 2 രീതിയിലാണ്. ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഒന്ന് അത്വോ കമ്മിറ്റി ആയിട്ടാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദ പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയർ ലൈഫ് ടൈമിൽ അസിസ്റ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് പിന്നും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ കമ്മിറ്റിയും ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് കമ്മിറ്റിയായിട്ട് സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ആക്ച്വലി അത് അത്വോ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വേറെ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ഏതാണെന്നെങ്കിൽ നോക്കാം. സെൻസസ് ആണ്. 16th സെൻസസ് ആണ് ഈ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. 2021 ചെയ്യാനിരുന്നതാണ്, പക്ഷേ കോവിഡ് കാരണം ഡിലേ ആയതാണ്. ഇത് 2 ഫേസിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിൽ ഹൗസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം പോപ്പുലേഷൻ ഡാറ്റ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെൻസസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സെൻസസിൽ കാസ്റ്റ് ഡേറ്റയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപ്പോസലുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് കാസ്റ്റ് എന്യൂമറേഷനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് ഡേറ്റ ബിയോണ്ട് SC and ST വിൽ ബി കളക്റ്റഡ് ഇൻ ദ നെക്സ്റ്റ് സെൻസസ്. അപ്പോൾ ഈ വരുന്ന സെൻസസിൽ SC ST ഡേറ്റയ്ക്ക് പുറമേ ഉള്ള കാസ്റ്റിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കാസ്റ്റ് ഡേറ്റ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കാസ്റ്റ് സെൻസസ് എടുത്തിട്ടുള്ളത് 1931 സെൻസസിൽ
ഇതിന് ശേഷം സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാസ്റ്റ് സെൻസസിൻ്റെ ഡ്രൈവ് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡേറ്റ പബ്ലിക്കലി വന്നിട്ടില്ല. അപ്പോൾ ഈ കാസ്റ്റ് സെൻസസിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് പോളിസീസിൽ അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ കാസ്റ്റ് സെൻസസ് ആരെ അപ്രൂവ് കൊടുത്ത ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് ആണ് ആക്ച്വലി ഈ ഒരു കാസ്റ്റ് സെൻസസിന് അപ്രൂവൽ മെയിനായിട്ട് കൊടുത്തത്. ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഇൻ പാർലമെൻറ്റ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതോ കമ്മിറ്റിയാണ് മെയിനായിട്ട് വരുന്നത്. ദെൻ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് അപ്രൂവ് കാസ്റ്റ് എന്യൂമറേഷൻ. ഓക്കെ, ഇത് ഓൾറെഡി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഏരിയയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസ് ബ്രീഫിംഗ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെയിൻസ് ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് GS പേപ്പർ 2 വെൽഫെയർ സെക്ഷൻ ഓഫ് വെൽഫെയർ സ്കീം ഫോർ വൾണറബിൾ സെക്ഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ കണക്ട് ചെയ്യാം. അതേപോലെ സോഷ്യൽ എംപവർമെൻറ്റ് ആസ്പെക്റ്റിൽ GS പേപ്പർ 1 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് ബ്രീഫിംഗിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ന്യൂസ് ആർട്ടിക്കിളോട്ട് പോകും. അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ മൊർട്ടാലിറ്റി റേഷ്യോ കുറിച്ചിട്ടാണ്. റീസെൻ്റ് SDG റിപ്പോർട്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളൊരു അനാലിസിസ് ആണ് ഈ ന്യൂസിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സ്പേഷ്യൽ വേരിയേഷൻ ഉണ്ട് മൊർട്ടാലിറ്റി റേഷ്യോയിൽ എന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പം നല്ലതായിട്ട് പെർഫോം ചെയ്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയെന്നും ലോ പെർഫോമിങ് ആയി പെർഫോമൻസ് കുറഞ്ഞ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളൊരു അനാലിസിസ് ആണ് ഈ ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ന്യൂസിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. കേരള മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാട് ഹാവ് അച്ചീവ്ഡ് UN SDG ടാർഗറ്റ് ഫോർ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര ഓൾറെഡി UN SDG ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്നാണ് പറയുന്നത്. അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എഹെഡ് ഓഫ് 2030 ഡെഡ് ലൈൻ. അപ്പോൾ ഓൾറെഡി 2030 ഡെഡ് ലൈനിന് എഹെഡായിട്ട് തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് തന്നെ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. അപ്പോൾ സൗത്ത് അതിൽ കുറച്ച് നല്ല പെർഫോമിങ് സ്റ്റേറ്റ് ഉള്ളപ്പോൾ നോർത്ത് വെസ്റ്റിലും ഒക്കെ ലോ പെർഫോമിങ് സ്റ്റേറ്റ്സ് ആണ് മെയിനായിട്ടുള്ളതെന്നാണ് ന്യൂസിൽ ബ്രീഫ് ചെയ്യുന്നത്. ഇപ്പോൾ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിറ്റ്നസ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഫ്രം 130 in 2014-16 to 93 in 2019-21. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ആണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. ആക്ച്വലി അത് നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മുടെ ഹെൽത്ത് സൈഡിൽ നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതും, അത് എഡ്യൂക്കേഷൻ സൈഡിലാണെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സൈഡിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ സൈഡിലാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാണ് ആക്ച്വലി ഈ ഒരു ന്യൂസ് മെയിനായിട്ട് ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആക്ച്വലി ഏതൊക്കെയെന്ന് നോക്കാം. ഒരു SDG റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ ഈസ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേഷ്യോ, ദെൻ നിയോനാറ്റൽ മോർട്ടാലിറ്റി റേഷ്യോ മെയിനായിട്ട് വരുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള SDG ഏതാണ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SDG 3 ആണ് മെയിനായിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള SDG വരുന്നത്. അതെന്താ പറയുന്നത്, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ് അതിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എയിം എന്ന് വെച്ചാൽ റെഡ്യൂസ് മെറ്റേണൽ മോർട്ടാലിറ്റി ബിലോ 70 per 1 lakh live birth by 2030. അതാണ് മെറ്റേണൽ മോർട്ടാലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് വരുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് ഇൻഫോഗ്രാഫിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് മോർബിഡിറ്റി ഇൻഡിക്കേറ്റർ ഉണ്ട്, ദെൻ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ ഉണ്ട്. മോർബിഡിറ്റി എന്ന് വെച്ചാൽ ഒരു ഡിസീസ് ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ലൈഫ് കോസിങ് ഡിസീസ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ആണ് മെയിൻലി അത് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഡിസേബിലിറ്റി ഇൻഡിക്കേറ്റർ ഉണ്ട്, ന്യൂട്രീഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹെൽത്ത് ഡെലിവറി ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹെൽത്ത് യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, സോഷ്യൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഉണ്ട്, സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റർ ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്ററും ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഹെൽത്ത് ആസ്പെക്റ്റ് നിങ്ങളൊരു ആൻസർ ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഏരിയ ഡയമെൻഷൻ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യ അച്ചീവ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ ഇൻ മെറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി ഔട്ട് പേസിങ് ഗ്ലോബൽ ആവറേജ്. അപ്പോൾ ചൈൽഡ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി ഇന്ത്യ നല്ല രീതിയിൽ പ്രോഗ്രഷൻ വന്നു എന്നാണ് ആക്ച്വലി പറയുന്നത്. അണ്ടർ 5 മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 45 ആയിരുന്നു 2014, പക്ഷേ അത് വളരെ റെഡ്യൂസ് ചെയ്തിട്ട് 31 എത്തിച്ചിട്ടുണ്ട് പെർ 1000 ലൈവ് ബർത്താണ്. ഇതിനു മുമ്പ് MMR 1 lakh ലൈവ് ബർത്തിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത് 1000 ലൈവ് ബർത്തിലാണ്. അപ്പോൾ ഈ ന്യൂസ് ബ്രീഫ് നമുക്ക് എങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റും, GS പേപ്പർ 2 ഗവൺമെൻറ് പോളിസീസ് റിലേറ്റഡ് ടു ഹെൽത്ത് സെക്ടറിലും സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ GS പേപ്പർ 3 എക്കണോമിയിലും അതേപോലെ സൊസൈറ്റി ആസ്പെക്റ്റിൽ GS പേപ്പർ 1 നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ന്യൂസ് ആർട്ടിക്കിളിൽ എന്താ ഡിസ്കസ് ചെയ്യണമെന്ന് നോക്കാം. ഇത് ആക്ച്വലി ഒരു ബയോടെക് ന്യൂസാണ്. അപ്പോൾ ഈസ്റ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അത് ബ്രെയിൻ അഫക്റ്റിനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു സമ്മറൈസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ എന്താണ് ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. സോ ബ്രേക്ക് ത്രൂ ഇൻ അണ്ടർസ്റ്റാൻഡിങ് RNA എക്സോസോമോപാത്തീസ് എന്നാണ് ഈ ന്യൂസിൽ മെയിനായിട്ട് പറയുന്നത്. റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് RNA എക്സോസോം റിലേറ്റഡ് ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് ഇൻ ഹ്യൂമൻ മിമിക് എഫക്ട്സ് ഇൻ ഈസ്റ്റ്. അതായത് ഹ്യൂമൻസിൽ ഉണ്ടാകുന്ന RNA എക്സോസോമ റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഡിസബിലിറ്റീസ്
ഈസ്റ്റിൽ നമുക്കൊരു ഒരു ലബോറട്ടറി സ്കെയിലിൽ മിമിക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഹ്യൂമൻ ട്രയലിന് പോകുന്നതിനെക്കാട്ടി ലബോറട്ടറി സ്കെയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് അടുത്ത ഹ്യൂമനൈസ്ഡ് ഈസ്റ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. Scientists created humanized yeast model to replicate human RNA exosome mutation, identifying specific genetic defects causing brain mold development. അപ്പോൾ ബ്രെയിനിലുണ്ടാകുന്ന മോൾ ഡെവലപ്മെൻറ്റിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ഈസ്റ്റ് മോഡലിനെ ലബോറട്ടറി ലെവലിൽ ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് ഡ്രഗ് ടെസ്റ്റിങ്ങിലാണ്. ഈസ്റ്റ് മോഡൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ റാപ്പിഡ് ഡ്രഗ് ടെസ്റ്റിംഗ്, ആക്സിലറേറ്റിംഗ് ദ ഡിസ്കവറി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ RNA exosome റിലേറ്റഡ് കണ്ടീഷൻ. അപ്പോൾ ഡ്രഗ് ടെസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആസ്പെക്റ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ജെനറ്റിക്സ്. അപ്പോൾ ജെനറ്റിക്സ് എന്താണെന്നുള്ളത് സ്റ്റഡീസ് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് ജെനറ്റിക് വേരിയേഷൻ ഇൻ ലിവിങ് ഓർഗാനിസം. അതാണ് ജെനറ്റിക്സ് ഏരിയയിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ജെനറ്റിക്സ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബയോടെക്നോളജി ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ജീൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ക്രിസ്പർ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ചാൽ റെവല്യൂഷനൈസ് ഇൻ മെഡിസിൻ ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ ജീൻ തെറാപ്പിക്കല്ല. ദെൻ RNA exosome എന്താണെന്നുള്ളത്. RNA exosome is a multi-protein complex involved in degrading and processing various RNA molecules in cells. അപ്പം സെൽസിൻ്റെ അകത്തുള്ള RNA മോളിക്യൂൾസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന അതിൻ്റെ പ്രോസസ്സിങ്ങിൽ വേരിയേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൾട്ടി പ്രോട്ടീനാണ് എക്സോസോം. അപ്പോൾ ഈ RNA എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ജീൻസിൻ്റെ ഇടയിൽ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെല്ലുലോയിഡ് മോളിക്യൂളാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു RNA exosome പ്രോസസ്സ് വഴി. എസ്പെഷ്യലി ഇതിൻ്റെ ഇത് കീ റോൾ പ്ലേ ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ റെഗുലേഷന് വേണ്ടിയിട്ടും RNA ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടും സെല്ലുലാർ ഡിഫൻസ് സൈഡിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് RNA exosome എന്ന് പറയുന്നത്. അടുത്ത ബയോടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു റാപ്പിഡ്ലി ഗ്രോയിങ് ഏരിയയാണ്. ഇതിൻ്റെ മേജർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് വാക്സിൻ ഡെവലപ്മെൻറ്റ്, ഡ്രഗ് ഡെലിവറി സിസ്റ്റം, അതേപോലെ ഇന്ത്യക്ക് ഇപ്പോൾ BIO E3 പോളിസി ഉണ്ട് ഇതിന് വേണ്ടി എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇൻ ബയോടെക്നോളജി ആസ്പെക്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഇമ്പോർട്ടൻറ്റ് ബ്രീഫിംഗ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്, ബയോടെക് ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് ഫസ്റ്റ് പാൻ ജീനോം ഓഫ് ഏഷ്യൻ റൈസ്. അപ്പോൾ ഒരു ഏഷ്യൻ റൈസിൻ്റെ ഒരു പാൻ ജീനോം, ഒരുപാട് ജീൻസിൻ്റെ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ സയൻറ്റിസ്റ്റ് മാപ്ഡ് ജീനോംസ് ഫ്രം 144 വൈൽഡ് ആൻഡ് കൾട്ടിവേറ്റഡ് റൈസ് വെറൈറ്റീസ്, creating a pan genome that enhances understanding of genetic diversity for improved disease tolerance and climate resilience. അപ്പോൾ സയൻറ്റിസ്റ്റ് ഒരു 144 വെറൈറ്റീസ് ഓഫ് വൈൽഡ് ആയിട്ടുള്ളതും കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസിൻ്റെ ജീൻസിൻ്റെ സ്റ്റഡി നടത്തുകയും ഇതിനുശേഷം ഒരു പാൻ ലെവൽ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ അമാൽഗമേറ്റ് ആയിട്ടുള്ള ജീനോം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഇതിന് ഒരു ഇംപ്രൂവ്ഡ് ഡിസീസ് ടോളറൻസ് ഉണ്ടാവും, ക്ലൈമറ്റ് റെസിലിയൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ അഗ്രികൾച്ചർ ഫുഡ് സിസ്റ്റം ഡെലിവറിക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ഇൻപുട്ടാണ് ഈ ഒരു ഡിസ്കവറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇത് ഏത് ഏരിയയാണ് ഇമ്പോർട്ടൻറ്റ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇപ്പോൾ റൈസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ റൈസ് എന്ന് പറഞ്ഞാൽ ക്രോപ്പിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ക്ലൈമറ്റാണ്. അപ്പോൾ ഈ റൈസ് എന്ന് പറഞ്ഞാൽ ക്രോപ്പിന് ഏതൊക്കെ ക്ലൈമറ്റാണ് സ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് റിക്വയർസ് ഹൈ ടെമ്പറേച്ചർ വേണം. അതൊരു ടെമ്പറേച്ചർ റേഞ്ച് പറയുകയാണെങ്കിൽ 21 ഡിഗ്രി സെൽഷ്യസ് ടു 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റേഞ്ച് വേണം. ഹൈ ഹ്യൂമിഡിറ്റി വേണം. മിനിമം ആനുവൽ റെയിൻഫോൾ എന്ന് വെച്ചാൽ 100 to 115 സെൻറ്റിമീറ്റർ റെയിൻഫോൾ ഇതിന് മെയിനായിട്ട് വേണം. റൈസ് ബെസ്റ്റ് ഇൻ ഏരിയാസ് കൺസിസ്റ്റൻറ്റ് വിത്ത് വാംത്ത് ആൻഡ് ഹ്യൂമിഡിറ്റി ത്രൂ ഔട്ട് ദ ഗ്രോയിങ് സീസൺ. അപ്പോൾ ഗ്രോയിങ് സീസണിൽ നല്ല വാമും ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള കണ്ടീഷൻസ് മെയിനായിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അതിൻ്റെ സോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് വിൽ ഗ്രോ ബെസ്റ്റ് ഇൻ ക്ലേ ഓർ സിൽറ്റി സോയിൽ വിത്ത് ഗുഡ് വാട്ടർ റിട്ടൻഷൻ. ഇപ്പോൾ ക്ലേ അല്ലെങ്കിൽ സിൽറ്റി സോയിലാണ് മെയിനായിട്ട് പെർസിസ്റ്റ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ നീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് നീഡ്സ് അബണ്ടൻറ്റ് വാട്ടർ ആൻഡ് ഫീൽഡ് മസ്റ്റ് ബി ഫ്ലഡഡ്. ആ ഒരു ആസ്പെക്റ്റ് വേണം കൺസിഡർ ചെയ്യുന്നത്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റ് ഓൺ അഗ്രികൾച്ചർ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സിസ്റ്റത്തിന്? ഫസ്റ്റ് എന്ന് വെച്ചാൽ ആൾട്ടേർഡ് റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ടെമ്പറേച്ചറിനും റെയിൻഫോളിനും ആൾട്രേഷൻ വരും. അത് ക്രോപ്പിൻ്റെ ഔട്ട്പുട്ടിനെ സീരിയസ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ്ഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ്. അപ്പോൾ പെസ്റ്റിൻ്റെ ഇൻക്രീസ് ഉണ്ടാവും, ഡിസീസിൻ്റെ ഇൻക്രീസ് ഉണ്ടാവും, ഈൽഡിന് ലോസ് ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് ആക്ച്വലി പ്രിലിംസ് പോയിന്റിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അടുത്ത മെയിൻ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഏത് ആംഗിളിൽ കോറിലേറ്റ് ചെയ്യുക
ബയോടെക് ആംഗിളിൽ മെയിനായിട്ട് നമുക്ക് ഇത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചർ, ക്ലൈമറ്റ് റെസിലിയൻസ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ചാണ്. ഇന്ത്യ UK ട്രേഡ് ഡീലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ 3.5 വർഷത്തിൻ്റെ നെഗോസിയേഷന് ശേഷമാണ് ആക്ച്വലി ട്രേഡ് ഡീല് സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഡീൽ നമുക്ക് ആക്ച്വലി ബൂസ്റ്റാണ്, ബയലാറ്ററൽ ട്രേഡിന് ഒരു ബൂസ്റ്റാണ്. താരിഫ് റെഡ്യൂസ് ആവുന്നുണ്ട്, മാർക്കറ്റ് ആക്സസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ കുറച്ച് കൺസേൺസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നുള്ളൊരു മെക്കാനിസം ഉണ്ട് ക്ലൈമറ്റ് ഡീലില്ല. അപ്പോൾ കാർബണിൻ്റെ ഔട്ട്പുട്ട് എമിഷൻ ഇത്ര എമൗണ്ട് കുറച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ എക്സ്പോർട്ടിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് പക്ഷേ നമ്മൾ അഗ്രികൾച്ചർ, MSME, പബ്ലിക് പ്രൊക്യൂർമെൻറ്റിനെ സാരമായി ബാധിക്കും. കാരണം അത്രയ്ക്ക് ടെക്നോളജിക്കൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഇന്ത്യയിൽ എന്തായാലും ഇല്ല. ഈ കാർബൺ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിലോട്ട് ഡെവലപ്പ് ചെയ്ത് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ മൈന്യൂട്ട് സോഴ്സിങ്ങിലുള്ള പ്രോഡക്റ്റ്സ് മാത്രമായിരിക്കും ഇപ്പോൾ എക്സ്പോർട്ടിന് ക്വാളിഫൈ ആയിട്ടുള്ളത്. അപ്പോൾ സീരിയസ് ആയിട്ട് ഒരു കൺസേൺ ആണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണമെന്നാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ബ്രീഫിംഗ് നോക്കാം. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കണ്ടിന്യൂഷൻ തന്നെയാണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഫോഗ്രാഫിക്സ് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബൈ സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇയർലി ഹാർവസ്റ്റ് പ്രോഗ്രാമാണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ 2 കൺട്രീസ് തമ്മിൽ ഒരു ഇനിഷ്യൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റിലോട്ട് അത് ഗ്രോ ചെയ്യുന്നുണ്ട്. പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സിന് വേണ്ടിയിട്ടാണ് അത് സൈൻ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ പോലെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ്, CEPA ആണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്. അതിനുശേഷം വരുന്നതാണ് കസ്റ്റം യൂണിയൻ, ഒരു മാർക്കറ്റ് ആക്സസ് എന്നുള്ള പോലെ. ദെൻ കംസ് കോമൺ മാർക്കറ്റ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പോലെ ഒരു കോമൺ മാർക്കറ്റിലോട്ട് ഫൈനലി മെർജ് ഔട്ട് ചെയ്യും. ഇതാണ് ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ഒരു എവല്യൂഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു ആസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ജസ്റ്റ് ആ ന്യൂസിൽ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഇന്ത്യ UK ട്രേഡ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ് ഈ ബ്രീഫിംഗ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ബയലാറ്ററൽ റിലേഷൻസിൽ കണക്ട് ചെയ്യും. അതേപോലെ GS പേപ്പർ 3 എക്കോണമി സൈഡിലും നമുക്ക് കണക്ട് ചെയ്യും ട്രേഡ് എഗ്രിമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ഈ ഒരു ന്യൂസ് ബ്രീഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് ആക്ച്വലി ഇച്ചിരി ടെക്നിക്കലാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ അറ്റാക്ക് ചെയ്യുമ്പം ലീഗലി അത് വാലിഡ് ആവണമല്ലോ. അപ്പോൾ അത് വാലിഡ് ആവാൻ വേണ്ടിയിട്ട് എന്താണ്, എവിടെ നിന്നാണ് ഇന്ത്യക്ക് ആ ഒരു അക്കൗണ്ടബിലിറ്റി പവർ കൊടുത്തതെന്നുള്ളതാണ്. അത് ആക്ച്വലി ഒരു സെൽഫ് ക്ലോസ് ആണ്, സെൽഫ് ഡിഫെൻസ് ക്ലോസ് ആണ്. ഏതിൻ്റെ അണ്ടറിൽ, UN ചാർട്ടറിൻ്റെ അണ്ടറിൽ. ആ ക്ലോസ് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 51 നിന്നാണ് ആക്ച്വലി ആ ക്ലോസ് മെയിനായിട്ട് ഇവോൾവ് ചെയ്യുന്നത് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് നെസസിറ്റി ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ദ സ്ട്രൈക്സ് യുവർ ടാർഗറ്റ് സോൾലി ഓൺ ടെററിസ്റ്റ് ബേസിസ് അലൈനിങ് വിത്ത് ഇന്റർനാഷണൽ ലോസ് റിക്വയർമെൻറ്റ് ഫോർ നെസസിറ്റി ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി ക്രൂഷ്യൽ ഫോർ ജസ്റ്റിഫൈങ് സെൽഫ് ഡിഫെൻസ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, നെസസിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി പ്രിൻസിപ്പളിനെ അലൈൻ ചെയ്യുന്നുള്ളത് കൊണ്ടും അത് സെൽഫ് ഡിഫെൻസിനെ വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരു ലീഗൽ വാലിഡിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് ന്യൂസിൽ മെയിനായിട്ട് പറയുന്നത്. ഇപ്പോൾ പ്രിലിംസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് എന്താണ് ഈ ആർട്ടിക്കിൾ 51 US ചാർട്ടർ എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 51 recognize inherent right of individual or collective self-defense if an armed attack occurs against a UN member state. അതായത് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ കളക്റ്റീവ് സെൽഫ് ഡിഫെൻസ് ആയിട്ട് തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആം സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആക്ച്വലി ഇത് ആർട്ടിക്കിൾ 51. അൻറ്റിൽ ദ സെക്യൂരിറ്റി കൗൺസിൽ ടേക്ക് നെസസറി മെഷർ ടു മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജ് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി കൗൺസിലിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം സെക്യൂരിറ്റി കൗൺസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെഷർ എടുക്കും. എന്തിനു വേണ്ടി? ഇത് റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട്, ഇതൊരു വാറിലോട്ട് ഡെവലപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. So any measures taken in self-defense must be immediately reported to Security Council and do not affect Council's authority to act at any time to maintain or restore peace. അപ്പോൾ ഇതാണ് ആക്ച്വലി ആർട്ടിക്കിൾ 51 മെയിൻ സിഗ്നിഫിക്കൻസ് എന്നാണ്. ഇത് ആക്ച്വലി എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം. ആർട്ടിക്കിൾ 51 സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാം. എന്നുണ്ടെങ്കിൽ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ ഒരു സെൽഫ് ഡിഫെൻസ് ആസ്പെക്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഫോർട്ടർ പോയിന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ബ്രീഫിംഗിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സയൻസ് അറ്റാക്ക് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ IR ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ട്. സൊസൈറ്റി ആംഗിൾ നോക്കുകയാണെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസിൻ്റെ ബ്രീഫിംഗ് നിങ്ങൾ ഇന്നത്തെ ന്യൂസ് വായിക്കുന്ന സമയത്ത് കൂടെ കോറിലേറ്റ് ചെയ്ത് വായിക്കുക. നിങ്ങൾ നോട്ട് മേക്കിങ്ങിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നാളെ അടുത്ത ന്യൂസ് ബ്രീഫിംഗിൽ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. സോ താങ്ക് യു.